ഹായ് ഓൾ, വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 9ാം ക്ലാസ്സിന്റെ പുതിയ സിലബസ് അനുസരിച്ചുള്ള മാത്തമാറ്റിക്സിന്റെ ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. അപ്പൊ അതിൽ നമ്മളിപ്പോ 6ാമത്തെ ചാപ്റ്ററിലാണ് നിൽക്കുന്നത്. എന്താണ് 6ാമത്തെ ചാപ്റ്ററിന്റെ പാർട്ട് 4 സെഷൻ. അതിൽ കോഡുകളും വശങ്ങളും എന്ന് പറയുന്ന സെക്ഷനിൽ 4 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത് കഴിഞ്ഞു, അൺസോൾവ് ആയിട്ടുള്ള. ഇനി അതിൽ 3 ചോദ്യങ്ങളുണ്ട്. ആ 3 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. സോ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അൺസോൾവ് ക്വസ്റ്റ്യനിലെ 5ാമത്തെ ചോദ്യമാണ് കേട്ടോ. 5ാമത്തെ ചോദ്യം നോക്കാം. നമുക്ക് 5ാമത്തെ ചോദ്യം എന്താണെന്ന്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി ലാർജസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ ഇൻ ദ പിക്ചർ ബിലോ. ചിത്രത്തിലെ വലിയ മട്ടത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഓക്കെ, നമുക്കിവിടെ ഒരു മട്ടത്രികോണം തന്നിട്ടുണ്ട് അല്ലേ. മട്ടത്രികോണം തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും ഏരിയ? ഏരിയ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ? വഴികൾ ഒരുപാടുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഏരിയ ഒരുപാടുണ്ടെന്ന് പറയാൻ കാണുന്നതാണ്. നമുക്ക് ഹാഫ് BH ഉണ്ട്. അടുത്ത് റൂട്ട് ഓഫ് S × S - A × S - B × S - C ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഏരിയ നമ്മൾ പൊതുവേ പഠിച്ചിട്ടുള്ള എന്താണ്? A = ഹാഫ് BH. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് BH അല്ലെ. അപ്പോൾ എവിടെ നിന്നാണ് ഉയരം എടുക്കുന്നത് അതാണ് ബേസ് അല്ലെ. എവിടെ നിന്നാണ് ഉയരം എടുക്കുന്നത് അതാണ് ബേസ്. അപ്പൊ ഈ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം, ഇതിന്റെ ബേസ് നമ്മൾ ഇവിടെ ഇത് ഹൈറ്റ് എന്ന് എടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഇത് ബേസ് എന്നിട്ട് നമുക്ക് ആദ്യം ഇതിന് പേര് കൊടുക്കാം. ഇതിന് പേര് കൊടുത്താലോ? പേര് നമുക്ക് എങ്ങനെ കൊടുക്കാം? ദിസ് ഈസ് A, ഇത് B, ഇത് C. ഓക്കെ, ഇനി ഇവിടെ ഇത് D എന്നെടുക്കാം. ഓക്കെ, ഈ പോയിന്റ് D എന്നെടുക്കാം. D ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? This is D. ഓക്കെ, അത് നോക്കൂ. ഈ കേസ് നമുക്ക് എന്തെങ്കിലും ഇതിനു മുമ്പ് പഠിച്ച എന്തെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇതുപോലെ റൈറ്റ് ട്രയാങ്കിളിന്റെ കേസ് നമ്മൾ പഠിച്ചതാണ്. ഇതുപോലെ മട്ടത്രികോണങ്ങൾ, അതായത് A, B, C പോലുള്ള മട്ടത്രികോണത്തില് ഇവിടെ ഇതൊരു ഹൈറ്റ് ആണെങ്കിൽ, ഓക്കെ, ഇത് ഹൈറ്റ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ നീളം എയും ഈ നീളം സ്മോൾ ബിയും ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? H അല്ലെങ്കിൽ H² = AB. H² = AB നമ്മൾ പഠിച്ചില്ലേ? തൊട്ട് മുമ്പത്തെ കണക്കിലൊക്കെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്തത്. അപ്പൊ അതുപോലെ ഇവിടെ എന്താണ്? BC എന്ന വശം ബേസ് ആയിട്ട് എടുക്കുക, AD എന്തെടുക്കുക? ഹൈറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഫോർമുല എങ്ങനെ മാറും? ഏരിയ എന്ന് പറയുന്നത് എന്താവും? ഹാഫ് ഇൻറ്റു ബേസ് എന്താണ്? BC ഇൻറ്റു ഹൈറ്റ് എന്താണ്? AD. ഓക്കെ, ഹൈറ്റ് AD. ഇനി ഇതിലെന്താ BD എന്ന് പറയുന്നത് എന്താ? BD = 4 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അടുത്ത് CD എന്താണ്? CD is 9 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് BC എങ്ങനെ കിട്ടും? BC എന്ന് പറയുന്നത് എന്താണ്? BC എന്ന് പറയുന്നത് ഈ മൊത്തം നീളമാണ് അല്ലെ. ഈ മൊത്തം നീളം എന്തിന്റെയൊക്കെ സമ്മാണ്? BC = BD plus CD. BD-യുടെയും CD-യുടെയും സമ്മാണെന്ത്? BC. സോ അതെന്ത് കിട്ടും? 4 + 9 = 13 സെന്റിമീറ്റർ എന്ന് കിട്ടും. 13 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? AD അല്ലെ. AD ആണ് കണ്ടുപിടിക്കേണ്ടത്. AD എങ്ങനെ കണ്ടുപിടിക്കും? AD ഇവിടെ എന്താണ്? H-ന് തുല്യമല്ലേ? AD. H-ന് ഈക്വൽ ആണ് AD. അപ്പോൾ നമുക്ക് AD² എങ്ങനെ എഴുതാം? AD² എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ പ്രോഡക്റ്റ് ആയിരിക്കും? ഇവിടെ H² = A × B ആയതുകൊണ്ട് ഇവിടെ AD² എന്ന് പറയുന്നത് BD × CD ആയിരിക്കും. BD × CD. അപ്പൊ എന്ത് കിട്ടും? BD × CD. BD-യുടെ വില 4, CD-യുടെ വില 9. സോ 36 എന്ന് കിട്ടും. AD² ആണ് 36. അപ്പൊ AD-യുടെ വില എന്ത് കിട്ടും? AD = √36, അതായത് 6 സെന്റിമീറ്റർ ആണ് AD അഥവാ ഹൈറ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഏരിയ എന്ത് കിട്ടും? ഏരിയയുടെ ഫോർമുല ഉണ്ടല്ലോ. ഈ ഏരിയയുടെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ഏരിയ? ഏരിയ = ഹാഫ് ഇൻറ്റു BC-യുടെ വില എന്താണ്? 13 ഇൻറ്റു AD അല്ലെ. BC × AD. AD-യുടെ വില എന്താണ്? 6. അപ്പൊ ഇത് 2ഉം 6ഉം ക്യാൻസൽ ചെയ്യാം. എത്ര? 3 കിട്ടും നമുക്ക്. അപ്പൊ 13 × 3 = 39 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഏരിയ എന്ത് കിട്ടും? 39 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ. നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്ത് ഹൈറ്റ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ കണക്ക് ചെയ്യാം. ഇനി അടുത്ത കണക്ക് നോക്കിയാലോ.
Two poles of height 3 centimeters and 2 centimeters are erected upright on the ground and ropes are stretched from the top of each to the foot of the others. 3 മീറ്ററും 2 മീറ്ററും ഉയരമുള്ള രണ്ട് കമ്പുകൾ കുത്തനെ നിലത്ത് നാട്ടി ഓരോ കമ്പിന്റെയും മുകളറ്റത്ത് നിന്ന് മറ്റേ കമ്പിന്റെ ചുവടിലേക്ക് കയർ വലിച്ചു കെട്ടിയിരിക്കുന്നു. അതായത് ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്? 3 മീറ്റർ നീളമുള്ള ഒരു കമ്പ്, ഇത് 2 മീറ്റർ നീളമുള്ള ഒരു കമ്പ്, ഇത് രണ്ടും എന്ത് ചെയ്യുന്നത്? ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ 3 മീറ്ററിന്റെ മുകളിൽ നിന്ന് ഒരു കയർ വലിച്ച് 2 മീറ്ററിന് താഴെയും 2 മീറ്ററിന്റെ മുകളിൽ നിന്ന് ഒരു കയർ വലിച്ച് 3 മീറ്ററിന് താഴെയും കെട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സബ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. At what height above the ground do the ropes cross each other? ഈ രണ്ട് കയറുകളും എത്ര ഉയരത്തിലാണ് എന്ത് ചെയ്യുന്നത്? ക്രോസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കയറുകൾ പരസ്പരം മുറിച്ചു കടക്കുന്നത് നിലത്ത് നിന്ന് എത്ര ഉയരത്തിലാണ്? ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യം നമുക്ക് ഇതിന് ഓരോ പേര് കൊടുക്കാം. പേര് കൊടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? പേര് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇതിനൊക്കെ ഒരു പേര് കൊടുക്കാം. സോ ദിസ് ഈസ് എ, ബി, സി, ഡി. ഇത് നമുക്ക് എന്താ പറയുക? പി, ക്യു. ഓക്കെ, ഇങ്ങനെ ഞാൻ പേര് കൊടുത്തു. ഈ പേര് കൊടുത്തിട്ട് ഞാൻ ചെയ്യുന്നു ദിസ് പി ക്യു ഈക്വൽ ടു എച്ച് എന്ന് ഞാൻ എടുക്കുവാണേ. പി ക്യൂവിനെ ഞാൻ എന്തെടുക്കുന്നു? പി ക്യു ഈക്വൽ ടു എച്ച്. ഓക്കെ, പി ക്യൂവിനെ ഞാൻ എച്ച് എന്ന് എടുത്തു. അപ്പൊ ഞാൻ ഇങ്ങനെ കൊടുക്കുവാണ്, ലെറ്റ് പി ക്യു ഈക്വൽ ടു എച്ച്. പി ക്യു എന്തെടുക്കുന്നു? ഉയരം എച്ച് എന്നെടുക്കുന്നു. ഇത് നോക്കൂ, നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യണം ആദ്യം. അതായത് ഈ ചെറിയ ട്രയാങ്കിൾ എ പി ക്യൂവും ഈ വലിയ ട്രയാങ്കിൾ എ ബി സിയും ഒരേ സമയം പരിഗണിക്കണം. എ പി ക്യു എന്ന് പറഞ്ഞ ഈ ചെറിയ ട്രയാങ്കിളും, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എ പി ക്യു എന്ന് പറയുന്ന ഈ ചെറിയ ട്രയാങ്കിളും ഈ എ ബി സി എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളും നമുക്ക് പരിഗണിക്കണം. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും പരിഗണിക്കാം. കൺസിഡർ ട്രയാങ്കിൾ എ പി ക്യു, ത്രികോണ എ പി ക്യു, കോമ ട്രയാങ്കിൾ എ ബി സി, ത്രികോണ എ ബി സി, കോമ ത്രികോണ എ പി ക്യു എന്നിവ പരിഗണിക്കുക. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ആംഗിൾ ഉണ്ടല്ലോ, ആംഗിൾ പി എ ക്യു എന്ന് പറയുന്നത് ഈ ആംഗിൾ എന്താണ്? കോമൺ ആണ്, അല്ലെ? ആംഗിൾ കോമൺ ആണ്, രണ്ട് ട്രയാങ്കിളും കോമൺ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ആംഗിൾ പി എ ക്യു ഈക്വൽ ടു ആംഗിൾ ബി എ സി. ഓക്കെ, ആംഗിൾ പി എ ക്യു ഈക്വൽ ടു ആംഗിൾ ബി എ സി. ഇത് രണ്ടും എന്താണ്? സെയിം ആംഗിൾ ആണ്. ഓക്കെ, എന്ത്? സെയിം ആംഗിൾ. ഈ ഒരൊറ്റ ആംഗിൾ, ഈ ആംഗിൾ തന്നെയാണ്, ഈ ആംഗിൾ തന്നെയാണ് രണ്ട് പേരിൽ എഴുതിയത്, രണ്ട് ത്രികോണങ്ങൾക്ക് വേണ്ടി എഴുതിയത്. ചെറിയ ത്രികോണത്തിൽ ഇത് പി എ ക്യു എന്ന് പറയും, വലിയ ത്രികോണത്തിൽ ഇത് ബി എ സി എന്ന് പറയും. ഓക്കെ, ഒരു കോൺ തുല്യമായേ. ഇനി രണ്ടാമത്തെ കോൺ നോക്കൂ. ഇത് ഇവിടെ ഉയരമായിട്ട് എടുത്തിട്ടുണ്ടല്ലേ, അപ്പൊ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കില്ല ഉറപ്പായും. അതുപോലെ തന്നെ ഇവിടെ 90 ഡിഗ്രി ആണല്ലോ, കാരണം നിലത്ത് കുത്തനെയല്ല നാട്ടിയിരിക്കുന്നത്, കുത്തനെ നാട്ടിയിരിക്കുന്നുണ്ട് 90 ഡിഗ്രി. ഹൈറ്റ് എടുക്കുന്നത് എപ്പോഴും എന്താണ്? 90 ഡിഗ്രി. അപ്പൊ ഹൈറ്റ് എടുക്കുന്നത് എപ്പോഴും 90 ഡിഗ്രിയില്. ഓക്കെ, ഈ ഹൈറ്റ് എടുക്കുന്നത് എപ്പോഴും എന്താണ്? ഹൈറ്റ് എടുക്കുന്നത് 90 ഡിഗ്രിയില്, കമ്പുകൾ നാട്ടിയിരിക്കുന്നതും 90 ഡിഗ്രിയില്. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ആ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് എഴുതാമല്ലോ. അതായത് ആംഗിൾ എ പി ക്യു ഈക്വൽ ടു ആംഗിൾ എ ബി സി, അല്ലെങ്കിൽ ആംഗിൾ ബി എന്ന് ഇതിനെ പറയാം കേട്ടോ. എ ബി സി എന്ന് പറയാൻ നിർബന്ധമില്ല, ഓർ ആംഗിൾ എ ബി. ഓക്കെ, ആംഗിൾ ബി എന്ന് പറയാം, കാരണം അവിടെ വേറെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി. നോക്കൂ, ഈ രണ്ട് ത്രികോണങ്ങളെയും രണ്ട് കോണുകൾ വീതം തുല്യമായി. അപ്പൊ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും? ഉറപ്പായും ഈക്വൽ ആയിരിക്കും. അതേ ഒരു വഴിയുള്ളൂ, കാരണം മൊത്തത്തിൽ 180 ഡിഗ്രിയാണ്. ഓരോ രണ്ട് കോണുകൾ തുല്യമായാൽ മൂന്നാമത്തെ കോൺ എന്താവണം? തുല്യമായേ വഴിയുള്ളൂ കേട്ടോ. സോ എന്താണ് അത്? നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് പറയാം. അതായത് മൂന്നാമത്തെ ആംഗിൾ എന്ത് ചെയ്യും? മൂന്നാമത്തെ ആംഗിൾ ആയിട്ടുള്ള ആംഗിൾ എ ക്യു പി എന്ന് പറയുന്നത്, ആംഗിൾ എ ക്യു പി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ സിക്ക് ഈക്വൽ ആയിരിക്കും, ആംഗിൾ സി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെഴുതാം? നമുക്ക് പറയാം ട്രയാങ്കിൾ എ പി ക്യു ഈസ് സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ പി ക്യു എന്ന് പറയുന്നത് ത്രികോണം എ ബി സിക്ക്, ത്രികോണം എ പിക്ക് ത്രികോണം എ ബി സിക്ക് സിമിലർ ആണ്. അപ്പൊ സിമിലർ ആയ പ്രത്യേകത എന്താ? സിമിലർ ആകുമ്പോൾ ഈ സിമിലർ ആയ ട്രയാങ്കിളിന്റെ
ആംഗിൾസിന് ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ആ രീതിക്ക് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് ദിസ് വൺ എ പി ഈ പി ക്യു എ ക്യു എന്ന് പറയുന്ന ഈ മൂന്ന് വശങ്ങളും വലിയ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾക്ക് ഇതായിരിക്കും തുല്യമായിരിക്കും അല്ലെ, സോറി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എടുക്കാം ഈ എ എന്ന് പറയുന്ന ഇതെടുക്കാം. ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ചെറുതിൽ എന്താ ഉള്ളത്? പി ക്യു അല്ലെ. ചെറുതിലുള്ള എന്താണ്? പി ക്യു. അപ്പോ പി ക്യു ഡിവൈഡഡ് ബൈ ഈ പി ക്യൂവിന് തുല്യമായിട്ട് വലുതിലുള്ള ഏതാ? വലുതിലുള്ളത് വലിയ ത്രികോണത്തിൽ പി ക്യു ഓപ്പോസിറ്റ് ആംഗിൾ എ ആണ്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് വലുതിൽ ഏതാ ഉള്ളത്? വലുതിലുള്ള ബി സി ആണ്, സൈഡ് ബി സി. അപ്പോ പി ക്യു ബൈ ബി സി ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം? അടുത്ത വരുന്നത് എന്താണ്? ഈ 90 ഡിഗ്രിയുടെ കേസ് എടുക്കാം. 90 ഡിഗ്രി കേസ് എടുക്കാം. പക്ഷെ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. എ ക്യൂന് ക്യു സിക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ എന്തെടുക്കുന്നു? എ പിയുടെ കേസ് എടുക്കുന്നു. അതായത് ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഏതാ? എ പി. എ പി ബൈ അടുത്ത് ഇതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാ? ഈ ആംഗിളിന് ഈക്വൽ ആയിട്ട്, അതായത് എന്താ നമ്മുടെ അടുത്ത് എ ക്യു പി. ഓക്കെ, എ ക്യു പി എന്ന് പറയുന്നത് ഈ ആംഗിളിന് ഈക്വൽ ഏതാ? സി, ആംഗിൾ സി. അപ്പോ അതിന് ഓപ്പോസിറ്റുള്ള സൈഡ്സ് ഏതാ? എ ക്യു പിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എ പി. അടുത്ത് സിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എ ബി. എ പി ബൈ എ ബി. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് നമ്മൾ കൊടുക്കും. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യണം. കൺസിഡർ ഞാനത് ഒരു കാര്യം ചെയ്യാം, അടുത്തതിൽ എഴുതാം. കൺസിഡർ ഈ രണ്ട് ട്രയാങ്കിൾസ് ഏതൊക്കെ? ബി ക്യു പിയും അല്ലെങ്കിൽ ബി എ ഡിയും അല്ലെങ്കിൽ ബി പി ക്യൂവും ബി എ ഡിയും കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ ബി പി ക്യു. ബി പി ക്യു ഏതാണ്? അതായത് ബി പി ക്യു എന്ന് പറയുന്ന ഈ ത്രികോണവും അതുപോലെ തന്നെ ബി എ ഡി എന്ന് പറയുന്ന ഈ ത്രികോണം എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാലോ. സോ ട്രയാങ്കിൾ ബി പി ക്യു ആൻഡ് ട്രയാങ്കിൾ ബി എ ഡി. കൺസിഡർ triangle BPQ and triangle BAD. ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം? ഈ രണ്ട് ട്രയാങ്കിളിലും നമുക്കറിയാവുന്ന കാര്യമാണ് ദിസ് ആംഗിൾ. ഈ ഒരു ആംഗിൾ, ഈ ആംഗിൾ ഉണ്ടോ? ഈ ആംഗിൾ രണ്ടിലും കോമൺ അല്ലേ? അതായത് ആംഗിൾ പി ബി ക്യു എന്ന് പറയുന്നത് ആംഗിൾ എ ബി ഡിക്ക് ഈക്വൽ ആണ്. ആംഗിൾ പി ബി ക്യു ഈക്വൽ ടു ആംഗിൾ ബി എ ഡി, സോറി എ ബി ഡി അല്ലേ? ഏതാണ് ട്രയാങ്കിൾ? ഓക്കെ, എ ബി ഡി അല്ലെ. പി ബി ക്യു എന്ന ട്രയാങ്കിൾ ആംഗിൾ എ ബി ഡിക്ക് ഈക്വൽ ആണ്. എ ബി ഡി ആംഗിൾ എ ബി ഡി. അതുപോലെ നമുക്ക് അടുത്ത ആംഗിൾ എടുക്കാം. ഇതെന്താണ്? മട്ടകോണല്ലേ? 90 ഡിഗ്രി അല്ലേ? ദിസ് ഇസ് 90 ഡിഗ്രി ആൻഡ് ദിസ് ഇസ് ഓൾസോ 90 ഡിഗ്രി. അപ്പൊ എന്ത് പറയാം? ബി പി ക്യു, ആംഗിൾ ബി പി ക്യു ഈക്വൽ ടു ആംഗിൾ ബി എ ഡി. ഓക്കെ, ആംഗിൾ ബി പി ക്യു ഈക്വൽ ടു ആംഗിൾ എ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ മൊത്തം ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ്. അപ്പോൾ ആംഗിൾ ബി പി ക്യു എന്ന് പറയുന്നത് ആംഗിൾ എക്ക് ഈക്വൽ ആണ്. ആംഗിൾ ബി പി ക്യു ഈക്വൽ ടു ആംഗിൾ എ വിച്ച് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ഇതെന്താണ്? കോമൺ ആംഗിൾ ആണ് അല്ലെ? ഇത് കോമൺ ആണ് രണ്ടിനും. അടുത്ത 90 ഡിഗ്രി. അപ്പൊ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയേ. രണ്ട് ആംഗിൾസ് ഈക്വൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ട്രയാംഗിൾ സിമിലർ ആയി. അത് മൂന്നാമത്തെ ആംഗിൾ എന്തായാലും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ട്രയാംഗിൾ എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ ആംഗിൾ എഴുതാം. മൂന്നാമത്തെ ആംഗിൾ ഏതാണ്? ഈ ആംഗിൾ ഡി. ഏതിനാണ്? ഈ ആംഗിളിന് ഈക്വൽ ആണ്. അതായത് ആംഗിൾ ബി ക്യു പി ഈക്വൽ ടു ആംഗിൾ ഡി. ആംഗിൾ ബി ക്യു പി ഈക്വൽ ടു ആംഗിൾ ഡി. ഓക്കെ, മൂന്ന് ആംഗിൾസ് ഈക്വൽ ആയപ്പോ ട്രയാംഗിൾ ബി പി ക്യു എന്ന് പറയുന്നത് സിമിലർ ടു ട്രയാംഗിൾ ബി എ ഡി അല്ലേ? ട്രയാംഗിൾ ബി പി ക്യു ചെറുതെന്താണ്? ഈ വലുതിന് സിമിലർ ആയതുകൊണ്ട് ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഈക്വൽ ആംഗിൾ നമ്മുടെ അടുത്തുള്ള ഏതാണോ? ഈ ആംഗിൾ ഉണ്ടോ? ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന പി
പി ക്യു ബൈ എ ഡി എന്ന് എഴുതാം. കാരണം പി ക്യു എന്താണ്, പി ക്യു എന്ന് പറയുന്നത് ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആണ്. അതേ ആംഗിളിന് ഓപ്പോസിറ്റ് ആണ് എന്ത്, വലുതിലുള്ള എ ഡി. പി ക്യു ബൈ എ ഡി, therefore sides proportional. അപ്പൊ പി ക്യു ബൈ എ ഡി ഈക്വൽ ടു എന്ത്, നമുക്ക് എന്ത് എഴുതാം, ബി പി ബൈ എ ബി. കാരണം ബി പി എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ്, ഈ ആംഗിളിന് ഈക്വൽ ആയിട്ടുള്ള ഏതാ, ആംഗിൾ ഡി. അപ്പോ ബി പി ബൈ എ ബി, ബി പി ബൈ എ ബി. ദിസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഇക്വേഷൻ എടുത്തു അല്ലെ, ഇക്വേഷൻ 1, പി ക്യു ബൈ ബി സി ഈക്വൽ ടു എ പി ബൈ എ ബി. ഈ 1ഉം 2ഉം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഈ 1 നമുക്ക് എഴുതാം പി ക്യു ബൈ ബി സി അല്ലെ ഈക്വൽ ടു എ പി ബൈ എ ബി ആണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരുമിച്ച് ആഡ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡ് ഒരുമിച്ച് ആഡ് ചെയ്യാം. അപ്പൊ പി ക്യു ബൈ ബി സി ആണ് ഇവിടെ വരിക. നമുക്ക് എഴുതാം ആഡ് ഇക്വേഷൻ 1 and 2. ഇക്വേഷൻ 1ഉം 2ഉം ആഡ് ചെയ്യുക. 1ഉം 2ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പി ക്യു ബൈ ബി സി അല്ലെ, പി ക്യു ബൈ ബി സി, പി ക്യു ബൈ ബി സി പ്ലസ് ഇവിടെ എന്താണ് പി ക്യു ബൈ എ ഡി, പി ക്യു ബൈ എ ഡി ഈക്വൽ ടു, ഇനി എവിടത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ, എ പി ബൈ എ ബി, എ പി ബൈ എ ബി, എ പി ബൈ എ ബി പ്ലസ് ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് ബി പി ബൈ എ ബി. ഓക്കെ, ഇനി വാല്യൂസ് കൊടുത്താലോ, നമുക്കറിയാം ഫിഗറിൽ പി ക്യു നമ്മൾ എന്തെടുത്തു, എച്ച് എന്നെടുത്തു. പി ക്യു എച്ച് ആണ്, ബി സിയുടെ വാല്യൂ 2 ആണ്, എ ഡിയുടെ വാല്യൂ 3 ആണ്. ഓക്കെ, പി ക്യു എന്ന് പറയുന്നത് എന്താണ്, എച്ച് എന്ന് നമ്മൾ എടുത്തു, ബി സിയുടെ വാല്യൂ 2 ആണ്, എ ഡിയുടെ വാല്യൂ 3 ആണ്. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, പി ക്യു ഈക്വൽ ടു എച്ച്. അപ്പോൾ എച്ച് ബൈ ബി സിയുടെ വാല്യൂ എന്താ എടുത്തത്, ബി സിയുടെ വാല്യൂ 2 പ്ലസ് എച്ച് എ ഡിയുടെ വാല്യൂ 3 ഈക്വൽ ടു എ പി പ്ലസ് ബി പി. ചിത്രത്തിൽ എ പി പ്ലസ് ബി പി എന്താ, എ പി എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ് അല്ലെ, എ പി എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്, ബി പി എന്ന് പറയുന്ന ഈ ലെങ്ത് ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ ബി എന്ന് പറയുന്ന മൊത്തം നീളം കിട്ടില്ലേ, എ ബി, എ ബി. സോ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, ദിസ് ഈസ് എ പി പ്ലസ് ബി പി, എ പി പ്ലസ് ബി പി ഡിവൈഡഡ് ബൈ എ ബി. അതായത് എന്ത് കിട്ടും, എ പി പ്ലസ് ബി പി എന്താ, ഇവിടെ നമുക്ക് എച്ച് കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ എന്ത് കിട്ടും, 1/2 പ്ലസ് 1/3 ഈക്വൽ ടു എ പി പ്ലസ് ബി പി എന്താണ്, എ ബി, എ ബി ബൈ എ ബി എന്ത് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ദിസ് ഈസ് എച്ച് ഇൻറ്റു 3 + 2 5/6 ആണ്. എച്ച് ഇൻറ്റു 5/6 ഈക്വൽ ടു 1. സോ അപ്പൊ നമുക്ക് എച്ചിന്റെ വില എന്ത് കിട്ടും, എച്ച് ഇസ് ഈക്വൽ ടു 6/5 എന്ന് കിട്ടും. ഓക്കെ, എച്ച് ഈക്വൽ ടു 6/5 മീറ്റർ, എച്ച് ഈക്വൽ ടു 6/5 മീറ്റർ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായോ, എന്താണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, എന്താണ് നിലത്ത് നിന്ന് എത്ര ഉയരത്തിലാണ്, 6/5 മീറ്റർ ഉയരത്തിലാണ്. 6/5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം, 6/5 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെസിമൽ ഫോമിൽ എടുത്തു കഴിഞ്ഞാൽ 6/5, ഒരു 5 5, ബാക്കി 1 ആണ് വരിക, ശിഷ്ടം 0, 1 പോയിന്റ് കൊടുത്തിട്ട് എത്ര, 2 5 10 0, 1.2 മീറ്റർ ഉയരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ കയറുകള് പരസ്പരം മുറിച്ച് കടന്നു പോകുന്നത്, പരസ്പരം ക്രോസ് ചെയ്ത് കടന്നു പോകുന്നത് എവിടെയാണ്, തൊടുന്നത് എവിടെയാണ്, ക്രോസ് ചെയ്ത് കടന്നു പോയി തൊടുകയോ ചെയ്യുന്ന എവിടെയാണ്, 1.2 മീറ്റർ മുകളിലാണ്, താഴെ നിന്ന് 1.2 മീറ്റർ മുകളിലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൂവ് ദാറ്റ് ദിസ് ഹൈറ്റ് വുഡ് ബി ദ സെയിം വാട്ട് എവർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ്. ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ് എന്ത് തന്നെ ആയാലും ഈ ഹൈറ്റ് സെയിം ആയിരിക്കും എന്ന് തെളിയിക്കുക. അതായത് കമ്പുകൾ തമ്മിലുള്ള അകലം എന്തായാലും ഈ ഉയരം മാറുന്നില്ല എന്ന് തെളിയിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തൊട്ട് മുമ്പത്തെ കാര്യം തന്നെ എടുക്കേണ്ടി വരും. ഈ ഇക്വേഷൻ നമുക്ക് എടുക്കേണ്ടി വരും, ഈ ഇക്വേഷൻ. ഓക്കെ, ഫ്രം ദ ഫിഗർ ഇത് കണക്റ്റഡ് ആണ് അല്ലെ, നമ്മൾ നേരത്തെ എടുത്തതാണ്. അതായത് ഇത് എ ബി സി, ഇത് ഡി, ഇത് പി ക്യൂ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എച്ച്. ഓക്കെ,
ഫ്രം ദി ഫിഗർ നമുക്ക് എന്ത് എഴുതാം? നമ്മൾ എന്താ എഴുതി? നമ്മൾ കണ്ടുപിടിച്ചാണത്. ഇതിന് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചുകൊണ്ട് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അത് ഇതൊരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ വീണ്ടും ഇതെല്ലാം ചെയ്യണം. ഓക്കെ, സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ അല്ല, ലിങ്ക്ഡ് ആണ്. പിന്നെ സബ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഉപയോഗിക്കാം. ഫ്രം ദി ഫിഗർ പി ക്യൂ ബൈ ബി സി ഈക്വൽ ടു ബി സി പ്ലസ് പി ക്യൂ ബൈ എ ഡി ഈക്വൽ ടു എന്താണ്? 1 ആണ്. ഓക്കെ, പി ക്യൂ ബൈ ബി സി പ്ലസ് പി ക്യൂ ബൈ എ ഡി എന്ന് പറയുന്നത് എന്താണ്? 1 അല്ലേ? അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഇത് ഇത്രയും നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ടേക്ക് എടുക്കാം. പി ക്യൂ ബൈ ബി സി പ്ലസ് പി ക്യൂ ബൈ എ ഡി ഈക്വൽ ടു പി ക്യൂ ബൈ ബി സി പ്ലസ് പി ക്യൂ ബൈ എ ഡി ഈക്വൽ ടു എന്ത് എഴുതും നമുക്ക്? എ പി ബൈ എ ബി പ്ലസ് ബി പി ബൈ എ ബി. അതായത് പി ക്യൂ ബൈ ബി സി അല്ലെ പി ക്യൂ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. പി ക്യൂ എടുത്തിട്ട് 1 ബൈ ബി സി പ്ലസ് 1 ബൈ എ ഡി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? പി ക്യൂ ഇതിൽ നിന്ന് കോമൺ എടുത്ത ബാക്കി എന്തൊരു 1 ബൈ ബി സി പ്ലസ് 1 ബൈ എ ഡി എന്ന് പറയുന്നത് ഈ എ പി പ്ലസ് ബി പി ബൈ എ ബി. വാട്ട് ഇസ് എ പി പ്ലസ് ബി പി? ഞാൻ നേരത്തെ പറഞ്ഞു എ പി പ്ലസ് ബി പി എന്താ? എ പി പ്ലസ് ബി പി എന്ന് പറയുന്നത് എന്താണ്? എ ബി അല്ലേ? എ ബി ആണ്. സോ അത് എ ബി ആണ്. അതായത് എ ബി ബൈ എ ബി ഈക്വൽ ടു 1. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? പി ക്യൂവിന്റെ വില എന്ത് കിട്ടും? പി ക്യൂ ഇൻറ്റു എ ഡി പ്ലസ് ബി സി ഡിവൈഡഡ് ബൈ എ ഡി ഇൻറ്റു ബി സി ഈക്വൽ ടു 1 ആണ്. അതായത് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പി ക്യൂ എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? എ ഡി ഇൻറ്റു ബി സി ഡിവൈഡഡ് ബൈ എ ഡി പ്ലസ് ബി സി. അപ്പൊ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ഞാൻ ഇങ്ങനെ എടുക്കുന്നു. ഇങ്ങനെ എടുക്കുവാണേ, ശ്രദ്ധിച്ചോളണേ. ഈ എ ഡിയുടെ വരും ഞാൻ H1 എന്നെടുത്തു, ബി സിയുടെ വരും H2 എന്നെടുത്തു, ഇതിന് ഞാൻ H എന്നെടുത്തു. ഓക്കെ, അപ്പൊ ലെറ്റ് പി ക്യൂ ഈക്വൽ ടു H, അത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. എ ഡി ഈക്വൽ ടു H1 ആൻഡ് ബി സി ഈക്വൽ ടു H2. Therefore ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പി ക്യൂ എന്താണ്? പി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H ഈക്വൽ ടു എ ഡി എന്ന് പറഞ്ഞാൽ എന്താ? H1, ബി സി എന്ന് പറഞ്ഞാൽ എന്താ? H2. H1 ഇൻറ്റു H2 ഡിവൈഡഡ് ബൈ എ ഡി എന്താണ്? H1 പ്ലസ് ബി സി H2. കണ്ടോ? ഈ ഫോർമുല എടുക്കുക. ഈ ഫോർമുല ഇതുണ്ടോ? ഇതെന്താണ്? ഈ ഉയരം, ഈ കയറുകൾ പരസ്പരം മുറിച്ച് കടന്നു പോകുന്നവർ എന്തിനു മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഈ കമ്പുകളുടെ ഉയരത്തിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലെ? ഇത് മുറിച്ച് കടന്നു പോകുന്നവർ എന്തിനു മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഈ കമ്പുകളുടെ ഉയരത്തിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഒരിക്കലും ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ, ഈ കമ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ കമ്പുകൾ തമ്മിലുള്ള അകലെ എന്തായാലും ഉയരം മാറുന്നില്ല. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ തെളിയിച്ചത്. ഈ ഉയരം എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഈ രണ്ട് കമ്പുകളുടെ ഉയരത്തിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. കമ്പുകൾ തമ്മിലുള്ള അകലത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഉയരം മാറുന്നില്ല എന്ന് നമ്മൾ തെളിയിച്ചു. ഇതാണ് രണ്ടാമത്തെ ചോദ്യം കേട്ടോ. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. denoting the heights of the poles as A, B and the height of the point of crossing above the ground as H, find the relation between A, B and H. ഹൈറ്റ് ഓഫ് ദ പോൾ, ഈ ഹൈറ്റ് ഓഫ് ദ പോൾ ആദ്യത്തെ എന്തെടുക്കുന്നു? എ എന്നും രണ്ടാമത്തേനെ ബി എന്ന് എടുക്കുന്നു, ഇതിനെ എന്തെടുക്കുന്നു? H എന്ന് എടുക്കുന്നെങ്കിൽ ഇവ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുകയാണ്. ബന്ധം അതാണ് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തത് അല്ലെ? തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? പി ക്യൂ ഈക്വൽ ടു H എന്നെടുത്തു, എ ഡി H വേണം, ബി സി H2 എന്നെടുത്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ എഴുതാം. ആദ്യം ഫ്രം ദി ഫിഗർ നമുക്ക് പേരറിയാം അല്ലെ? പി എന്താണ്? എ ബി സി ഡി പി ക്യൂ. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഫ്രം ഫിഗർ നമ്മളത് കണ്ടുപിടിച്ചാണ്, നമുക്ക് ധൈര്യം എഴുതാം. ഫ്രം ഫിഗർ
പി ക്യു ഈക്വൽ ടു, പി ക്യു എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? എ ഡി ഇൻറ്റു ബി സി ഡിവൈഡഡ് ബൈ എ ഡി പ്ലസ് ബി സി അല്ലെ, എ ഡി പ്ലസ് ബി സി അല്ലെ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയത്, നിങ്ങൾ നോക്കി അറിയാം കണ്ടോ. പി ക്യു ഈക്വൽ ടു എ ഡി ഇൻറ്റു ബി സി ഡിവൈഡ് ബൈ എ ഡി പ്ലസ് ബി സി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവർ പറഞ്ഞിരിക്കുന്ന പോലെ എടുക്കാം. ലെറ്റ് എ ഡി ഈക്വൽ ടു എ, എ ഡി എന്തെടുക്കുക, എ എന്നെടുക്കുക കേട്ടോ. അടുത്ത് ബി സി ഈക്വൽ ടു ബി, ബി സി എന്തെടുക്കുക, ബി എന്നെടുക്കുക. പി ക്യു ഈക്വൽ ടു എച്ച്, പി ക്യു എന്തെടുക്കുക, എച്ച് എന്നെടുക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ റിലേഷൻ എങ്ങനെ മാറും? വിച്ച് ഈസ് ഈക്വൽ ടു പി ക്യു എന്ന് പറഞ്ഞ എച്ച് എന്താവും? എച്ച് ഇസ് ഈക്വൽ ടു എ ഡി എന്ന് പറയുന്ന എ ഇൻറ്റു ബി സി എന്ന് പറയുന്ന ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. ഇതാണ് റിലേഷൻ. എ ഇൻറ്റു ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി. എച്ച് എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി. ഇതാണ് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞ റിലേഷൻ. നമ്മൾ ഓൾറെഡി സെക്കൻഡ് ക്വസ്റ്റ്യനിലെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്നാലും അവർ തന്നിരിക്കുന്ന എയും ബി യൂസ് ചെയ്ത് നമ്മൾ വീണ്ടും കണ്ടുപിടിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് 6th ക്വസ്റ്റ്യന്റെ ആൻസർ കേട്ടോ. 6ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ്. ശരി, അപ്പൊ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ്? ഇൻ ദ പിക്ചർ ബിലോ എ പി ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ ഓഫ് ട്രയാംഗിൾ എ ബി സി. ചിത്രത്തിൽ എ ബി സി എന്ന ത്രികോണത്തിലെ കോൺ എയുടെ സമഭാജിയാണ് എ പി. ഓക്കെ, എ ബി സി എന്ന് പറയുന്ന ഏത് ത്രികോണമാണ്? എ ബി സി, എ ബി എ ബി സി. ഓക്കെ, എ ബി സി എന്ന് പറയുന്ന ഈ വലിയ ത്രികോണത്തില് ആംഗിൾ എയുടെ ബൈസെക്ടർ, ആംഗിൾ എയുടെ സമഭാജിയാണെന്ത്? ആംഗിൾ ഏതല്ലേ? ആംഗിൾ എയുടെ സമഭാജിയാണ് എ പി. ഓക്കെ, അപ്പൊ എ പി വരുമ്പോ എന്തായി? ഈ കോൺ ഇതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ സബ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ആംഗിൾസ് ഓഫ് ദി ട്രയാംഗിൾ എ ബി പി ആൻഡ് സി പി ക്യു ആർ സെയിം. ഏതൊക്കെയാണ് എ ബി പി? എ ബി പി ഏതാ? എ ബി പി, ഈ ട്രയാംഗിൾ. ഓക്കെ, എ ബി പി എന്ന് പറയുന്ന ഈ ട്രയാംഗിളിന്റെയും സി പി ക്യു ഏതാ? സി പി ക്യു എന്ന് പറയുന്ന ഈ ട്രയാംഗിളിന്റെയും കോണുകൾ തുല്യമാണെന്ന് തെളിയിക്കണം അല്ലെ. ഇത് രണ്ട് ത്രികോണത്തിലും ഒരേ കോണുകളാണെന്ന് തെളിയിക്കാം. നോക്കാം, നമുക്ക് നോക്കാം. ഇവിടെ ലെറ്റ് എന്ത് ചെയ്യാം, അപ്പൊ ഇവിടെ നമുക്ക് ഈ പേരുകൾ കൊടുത്തിട്ടുള്ളത് തന്നെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ബൈസെക്ടർ എന്ന് പറഞ്ഞാലേ, അപ്പൊ ഇവിടെ എന്തെടുക്കാം? എക്സ് എടുക്കാം. ലെറ്റ് ആംഗിൾ ബി എ പി ഈക്വൽ ടു എക്സ് ഡിഗ്രി. ബി എ പി എക്സ് ഡിഗ്രി നിർത്തും. ബി എ പി എക്സ് ഡിഗ്രി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ആംഗിൾ എന്താവും? വിച്ച് ഇസ് ഈക്വൽ ടു ആംഗിൾ പി എ സി. ഓക്കെ, ആംഗിൾ പി എ സി. പി എ സി എന്താവും? എക്സ് ഡിഗ്രി ആയില്ലേ? ആവും. കാണുന്നതാണ് എ പി എന്താണ്? എ പി ഈസ് ബൈസെക്ടർ ഓഫ്, അവർ പറഞ്ഞിട്ടുണ്ട് ബൈസെക്ടർ ഓഫ് ആംഗിൾ എ. കോൺ എയുടെ ബൈസെക്ടർ ആണ് എ പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ഇങ്ങനെ എടുക്കാം. ഇതിനെ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് എന്താവും? എക്സ് ഡിഗ്രി ആവും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു സംഭവം ഉണ്ട്. ശരി, അടുത്ത് ഇത് വൈ എടുക്കാം. ഓക്കെ, ലെറ്റ് ആംഗിൾ ബി ഈക്വൽ ടു വൈ ഡിഗ്രി. ലെറ്റ് ആംഗിൾ ബി ഈക്വൽ ടു വൈ ഡിഗ്രി. ആംഗിൾ ബി എന്നെടുക്കുക, വൈ ഡിഗ്രി എന്നെടുക്കുക. ഇത് വൈ ഡിഗ്രി ആണ്. സോ ഇവിടെ എന്തായിട്ട് മാറും? ഓക്കെ, ഈ ആംഗിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് വൈ ഡിഗ്രി എന്നെടുത്തു. അപ്പൊ ഇത് എന്താവും? 180 മൈനസ് എക്സ് പ്ലസ് വൈ. കാരണം എന്താണ്? നമുക്ക് മൊത്തം എന്താണ്? മൊത്തം 180 ഡിഗ്രി അല്ലേ? ഇതിന്റെ അകത്ത് മൊത്തം 180 ഡിഗ്രി അല്ലേ വരിക? ബി പി എ. ഓക്കെ, അല്ലെങ്കിൽ എ ബി പി എന്ന് പറയുന്ന ഈ ട്രയാംഗിളിനകത്ത് എ ബി പിയില് മൊത്തം 180 ഡിഗ്രി. അതിൽ ഇവിടെ എക്സ് ഡിഗ്രി, ഇവിടെ വൈ ഡിഗ്രി പോയി. അങ്ങനെയെങ്കിൽ ബാക്കി ഈ കോൺ എന്ത് വരും? 180 നിന്ന് എക്സും വൈയും എന്ത് ചെയ്യണം? കുറയ്ക്കണം അല്ലെ. ഇനി ഇവിടെ എക്സ് ഡിഗ്രി എന്ന് കിട്ടി. ഇനി നോക്കൂ, ഇനി അടുത്ത് നോക്കിയാല് ഈ ആംഗിള് എന്ത് വരും? ദിസ് ആംഗിൾ ക്യൂ ഈക്വൽ ടു എക്സ് ഡിഗ്രി ആണ്. വൈ? എന്തുകൊണ്ട്? ആംഗിൾ ക്യൂ ഈക്വൽ ടു എക്സ് ഡിഗ്രി എന്തുകൊണ്ടാണ്? നോക്കൂ, ഈ ട്രയാംഗിൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഈ ട്രയാംഗിൾ എന്താണ്? ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെ 3 സെന്റിമീറ്റർ തന്നെ. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ ഈക്വൽ ആയി. 2 sides of a triangle is equal. 2 sides of a triangle ഈക്വൽ ആണെങ്കിൽ ആ ട്രയാംഗിൾ നമുക്ക് എന്ത് പറയാം?
ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് നമ്മൾ പറയും. ഐസോസിലസ് ട്രയാങ്കിൾ, ഐസോസിലസ് സമപാർശ്വ ത്രികോണം എന്ന് പറയും. അവിടെ പ്രത്യേകത എന്താ? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. സോ അതുകൊണ്ട് ഇവിടെ ഈക്വൽ സൈഡ്സ് ഏതാ? ഇവിടെ 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇതും എക്സ് ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്കിവിടെ വേണ്ട സാധനം. ഓക്കെ, അപ്പൊ ഞാനിവിടെ എഴുതാൻ പോവാണ്. ആംഗിൾ ക്യൂ ഈക്വൽ ടു എക്സ് ഡിഗ്രി. കാരണം എന്താണ്? ട്രയാംഗിൾ എ സി ക്യൂ ഈസ് ഐസോസിലസ്, സമപാർശ്വ ത്രികോണമാണ്. ത്രികോണം എ സി ക്യൂ എന്താണ്? സമപാർശ്വമാണ്. ഓക്കെ, അടുത്ത് ഇവിടെ എന്ത് വരും? അപ്പോഴേ ഇവിടെ ഉറപ്പായി എന്തേ വരുള്ളൂ? 180 ഡിഗ്രി മൈനസ് എക്സ് പ്ലസ് വൈ. കാരണം എന്താണ്? എതിർകോണുകളല്ലേ. അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും വരിക? ഈ ആംഗിൾ ഉറപ്പായിട്ടും y ഡിഗ്രി അല്ലേ വരിക? ഉറപ്പായും y ഡിഗ്രി വരുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? അപ്പൊ ഇനി നോക്കിയാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ട്രയാംഗിൾസും കൺസിഡർ ചെയ്യാം. ഏത്? എ ബി പിയും പി സി ക്യൂ അല്ലെ സി പി ക്യൂ. ഓക്കെ, കൺസിഡർ ട്രയാംഗിൾ എ ബി പി ട്രയാംഗിൾ സി പി ക്യൂ. ഇത് രണ്ടും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് വൺ, ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതാ? ആംഗിൾ ബി എ പി ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈക്വൽ ടു എക്സ് ഡിഗ്രി. ഓക്കെ, എക്സ് ഡിഗ്രി. അടുത്ത് ആംഗിൾ എ പി ബി ഈക്വൽ ടു ആംഗിൾ സി പി ക്യൂ. എന്താണ്? ഇത് രണ്ട് ഈക്വൽ ആണ്. കാരണം എന്തുവാ ഈക്വൽ ആണെന്ന് പറഞ്ഞത്? കാരണം എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ആംഗിൾ. ഇത് എന്താണ്? therefore രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? ഉറപ്പായി ഈക്വൽ ആയിരിക്കും. അത് അടുത്ത് എഴുതാം? ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ പി സി ക്യൂ. ഓക്കെ, തേർഡ് ആംഗിൾ ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, മൂന്ന് കോണുകൾ ഈക്വൽ ആയില്ലേ? ഈ ത്രികോണത്തിലെ മൂന്ന് കോണുകൾ ഈക്വൽ ആയില്ലേ? ഈ ത്രികോണത്തിലും മൂന്ന് കോണുകൾ എന്തായി? ഈക്വൽ ആയി. ബി എ പിയും എ പി ബിയും ഡിയും എന്താണ്? ഇതിലെ കോണുകളും. അടുത്ത ആംഗിൾ ക്യൂ, ആംഗിൾ സി പി ക്യൂ ആൻഡ് ആംഗിൾ പി സി ക്യൂ. ഇത് ഈ ചെറിയ ട്രയാംഗിളിലെ ആംഗിൾസ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒന്നാമത്തെ സബ് ക്വസ്റ്റിന്റെ ആൻസർ വരിക. ഒന്നാമത്തെ സബ് ക്വസ്റ്റിന്റെ ആൻസർ ഓക്കെ ആയല്ലോ. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് പി ബി ബൈ ബി സി. എന്ത് ചെയ്യുക? കണക്കാക്കുക എന്നാണ്. പി ബി ബൈ ബി സി. നോക്കൂ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇത് രണ്ടും എന്തായി? നമ്മൾ പറഞ്ഞു ഇത് രണ്ടും ഐസോസിലസ് ആണ് അല്ലെ? അപ്പൊ ആംഗിൾസ് ഈക്വൽ ആണ്. പി ബിയും പി സിയും അല്ലെ? ബി പിയും പി സിയും. വി നോ ദാറ്റ് ട്രയാംഗിൾ എ ബി പി is isosceles to triangle PCQ. Okay, ഈ രണ്ട് ട്രയാംഗിൾ ഐസോസിലസ് ആയതുകൊണ്ട് സൈഡ്സ് എന്തായിരിക്കും? സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. therefore നമുക്ക് എന്ത് പറയാം? ബി പി ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സ് ആണ് എന്താ പറയാ? പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെ? അപ്പൊ ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാ? ഇത് നോക്കിയാല് ഈക്വൽ ആംഗിൾസ് ഇതും എന്താണ്? ഈക്വൽ ആണ്. നമുക്ക് അത് അതുപോലെ ഇവിടെ തന്നെ എന്ത് ചെയ്യാം? ഇവിടെ എടുക്കാം. ഇത് എക്സ്, ഇത് എക്സ് അല്ലെ? എക്സ്, ഇത് വൈ, ഇതും വൈ. ഇത് രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ്. അങ്ങനെയാണ് നോട്ടെ. ഓക്കെ, അതേ സാധനം നമ്മൾ ഇങ്ങോട്ട് കോപ്പി എടുത്താണ്. അപ്പൊ ഇതില് ഈ എക്സിന് ഓപ്പോസിറ്റ് വരുന്ന പി സി ഡിവൈഡഡ് ബൈ ഓക്കെ, പി സി നമുക്ക് അവിടെ ബി പി അല്ലേ മുകളിൽ വരും. അപ്പൊ നമുക്ക് ആദ്യം വലിയ ട്രയാംഗിൾ എടുക്കാം. വലിയ ട്രയാംഗിൾ എടുക്കുമ്പോൾ എന്ത് വരാം? ഇവിടുത്തെ, അതായത് എക്സിന് ഓപ്പോസിറ്റ് ഉള്ള
ബി പി ബൈ അടുത്ത് ഇവിടുത്തെ എക്സിന് ഓപ്പോസിറ്റ് ചെയ്താ പി സി ഈക്വൽ ടു അടുത്ത് ഇവിടുത്തെ നമുക്ക് ഈ 5 സെന്റിമീറ്റർ വേണം. അപ്പൊ 5 സെന്റിമീറ്റർ എന്ന ബി എക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? ബി എക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ഇതാണ് അല്ലെ, ഇതാണ്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? ദിസ് വൺ. അപ്പൊ അതിന് ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഇതിന് ഈക്വൽ ആംഗിൾ ഇത്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് സി ക്യു. നോക്കൂ, ബി പി ബൈ പി സി എന്താണ്? ബി എ ബൈ സി ക്യു ആണ്. വാട്ട് ഇസ് ബി എയുടെ വാല്യൂ എന്താണ്? ബി എയുടെ വാല്യൂ 5, സി ക്യുവിന്റെ വാല്യൂ 3. അപ്പൊ ബി പി ബൈ പി സിയുടെ വാല്യൂ എന്ത് കിട്ടും? ബി പി ബൈ പി സി ഈക്വൽ ടു 5/3. ഓക്കെ, 5/3 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. ബി പി ബൈ പി സി ഈക്വൽ ടു 5/3. സോ ദിസ് ഇസ് ദ ആൻസർ. ഇതിന്റെ ഡെസിമൽ ഫോം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം കേട്ടോ. ഇനി അടുത്ത കണക്ക് നോക്കാം നമുക്ക് ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് in any triangle the bisector of an angle divides the opposite side in the ratio of the sides containing the angle. ഏത് ത്രികോണത്തിലെയും ഒരു ത്രികോണത്തിന്റെ സമഭാജി എതിർവശത്തെ മുറിക്കുന്നത് കോൺ ഉൾപ്പെടുന്ന വശങ്ങളുടെ അംശബന്ധത്തിലാണെന്ന് തെളിയിക്കുക അല്ലെ. അതിനുവേണ്ടി നമ്മൾ വേറെ ഒന്നും എടുക്കുന്നില്ല, തൊട്ട് മുമ്പ് എടുത്ത കാര്യം മാത്രം ഇവിടെ എടുക്കുന്നു. തൊട്ട് മുമ്പ് എടുത്തതുപോലെ ഈ ഒരു ഇക്വേഷൻ എടുക്കുവാണേ. ഈ ഇക്വേഷൻ എടുക്കുവാണ്. നോക്കാം, ഇതിൽ നോക്കാം. ഇത് അതേ സാധനം തന്നെ. ഇവിടെ നമ്മള് ഇതിന് y ആണ്, ഇത് x ആണ്, ഇത് x ആണ്, ഇത് y ആണ് അല്ലെ. ആ റിലേഷൻ തന്നെ നമ്മൾ ഇവിടെ എഴുതുന്നു. ആ റിലേഷൻ തന്നെ എഴുതുന്നു. അത് എന്താണ് ആ റിലേഷൻ? ബി പി ബൈ പി സി. ഇതല്ലേ സമഭാജി മുറിക്കുന്നത്? എ പി ഡിവൈഡ് എന്താണ്? എ പി ഡിവൈഡ്സ് ബി സി. അല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ എഴുതാം. ആദ്യം എ പി ഡിവൈഡ്സ് ബി സി ഇൻറ്റു എന്തായിട്ടാണ് മുറിക്കുന്നു? ബി പി ആൻഡ് പി സി. ബി പിയും പി സിയും ആയിട്ട് മുറിക്കുന്നു. അങ്ങനെയെങ്കിൽ ബി പി ബൈ പി സി നമുക്ക് എങ്ങനെ എഴുതാം? ബി പി ബൈ പി സി എന്ന് പറയുന്നത് ഇത് സിമിലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ബി എ ബൈ ക്യു സി. ബി എ ബൈ ക്യു സി. നോക്കൂ, ഇതിൽ നോക്കിയാല് ഈ ക്യു സി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? എ സി ഈക്വൽ അല്ലേ. കാരണം എന്താണ്? ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും അല്ല, ഇതെന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ. അതുകൊണ്ട് ഈ ക്യു സി 3 സെന്റിമീറ്റർ എന്തിന് ഈക്വൽ ആണ്? എ സിക്ക് ഈക്വൽ ആണ്. നമുക്ക് എന്ത് എഴുതാം? ബി എ ഡിവൈഡഡ് ബൈ ക്യു സിയുടെ സ്ഥാനം നമുക്ക് എന്ത് എടുക്കാം? എ സി കൊടുക്കാം. അതായത് ക്യു സി ഈക്വൽ ടു എ സി. ഓക്കെ, കാരണം അറിയാലോ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ്. ഇത് നോക്കൂ, ബി പി ബൈ പി സി. ഈ റിലേഷൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം ബി പി ബൈ പി സി എന്ന് പറയുന്നത് എന്താണ്? ബി എ ബൈ എ സിക്ക്. ബി എ എന്തുവാ? ഈ സൈഡ്. എ സി എന്തുവാ? ഈ സൈഡ്. ആ രണ്ട് സൈഡും ജോയിൻ ചെയ്യുന്ന ഭാഗത്തുള്ള ഈ ആംഗിളിന്റെ ബൈസെക്ടർ അല്ലേ ഈ ബി സിയെ രണ്ടായിട്ട് മുറിക്കുന്നത്? അതല്ലേ തന്നിരിക്കുന്നത്? ഏത് ത്രികോണത്തിലെയും ഒരു കോണിന്റെ സമഭാജി എതിർവശത്തെ മുറിക്കുന്നത് കോൺ ഉൾപ്പെടുന്ന ഈ വശങ്ങളുടെ അംശബന്ധത്തിലാണെന്ന് തെളിയിക്കുക. അതായത് കോൺ ഉൾപ്പെടുന്ന വശങ്ങളുടെ അംശബന്ധം എന്തുവാ? ബി എ ബൈ ബി സി. ബി എ ബൈ ബി സി ആയിരിക്കും ഇത് ഈക്വൽ ടു ബി പി ബൈ പി സി. ഹെൻസ് പ്രൂവ്ഡ്. നമ്മൾ തെളിയിച്ചു. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ കാര്യം നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് എഴുതി വെച്ചാൽ മതി. ഇത് എഴുതി, ഈ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ട് നമ്മൾ അവസാനം ഇത് എഴുതി വെക്കുമ്പോൾ എന്തായി? തെളിയിച്ചു. ശരിക്കും ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് തെളിയിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത സെക്ഷൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.